ഇന്ന് അവർ പോയി ഇറങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇവിടെ കാണുന്നതല്ല, അതിന് ഉള്ളിൽ കൂടെ പോയി ആക്ച്വലി ആ വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് കൊണ്ടുപോയത് തന്നെ. ആ വാലീസിനകത്ത് ഫോറസ്റ്റിനകത്തുള്ള ഏരിയയിൽ താഴെ പോയിട്ടാണ് ഡ്രോപ്പ് ചെയ്തത്. അവിടെ ആ ഭാഗത്തുള്ള ഏതാണ്ട് എത്ര കിലോമീറ്റർ അവർ പറഞ്ഞത്? 4 കിലോമീറ്ററാണ് അവർ സെർച്ച് ചെയ്തത്. 2 ടീമായിട്ടാണ് സെർച്ച് ചെയ്തത്. സോഫാർ അവിടെ ആ ഭാഗത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത്. നമ്മൾ കാണുന്ന പോലെ അല്ല. ചെവി കേട്ടൂടാ. അപ്പോൾ നമ്മളിവിടുന്ന് കാണുന്ന പോലെ അല്ല. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ തന്നെ കിലോമീറ്ററോളം പുഴ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് അത് ഫ്ലോ ഡ്രൈ ആയിട്ടുണ്ട്. വളരെ ചെറിയ ഫ്ലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഫാൾസിൻ്റെ ഏതാണ്ട് താഴെയുള്ള കുറച്ച് ബ്രോഡറായിട്ട് ഏരിയയിലാണ് ഇവർ ഡ്രോപ്പ് ചെയ്തത്. ആ 2 സൈഡിലുമായിട്ടാണ് അവർ ഏതാണ്ട് 3 കിലോമീറ്ററോളം അവർ ട്രെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ ഫാർ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയും ഫർദർ അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും പോയി ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ലോങ് ഡിസ്റ്റൻസാണ്. അത് ഈ ഇവിടുന്ന് കാണുന്ന പോലെ അല്ല. ഈ മറ്റേ ശരിക്കും ഫോറസ്റ്റിനകത്തുള്ള റിവറിലേക്കാണ് പോയിരിക്കുന്നത്. ആ ഭാഗത്ത് ലാൻഡ് വഴി ആക്സസ് ചെയ്യാനും പാടാണ്. കാരണം ഇങ്ങനെ വാലി പോലത്തെ പോർഷനാണ്. മറ്റേ സൈഡിൽ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഒരിക്കലും ഫിസിക്കലി ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അത് ഇന്ന് വൈകുന്നേരത്തെ മിനിസ്റ്ററിൻ്റെ മീറ്റിങ്ങിൽ ഫർദർ എന്താണ് ഇപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് ആക്ച്വൽ സിറ്റുവേഷൻ, ഫർദർ സെർച്ചിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും ബോഡി ഉണ്ടെങ്കിൽ വിസിബിൾ ആവണം. കാരണം ഓൾമോസ്റ്റ് വാട്ടർ ഡ്രൈ ആയിട്ടുണ്ട്. വളരെ ഫീബിൾ ഫ്ലോ മാത്രമേ ഉള്ളൂ. ബോഡി ഉണ്ടെങ്കിൽ മുകളിൽ കാണാം. പിന്നെ അതൊരു വളരെ ഷാർപ്പായിട്ടുള്ള വാലി ആയതുകൊണ്ട് തന്നെ പിന്നെ ആ കാടിൻ്റെ ഭാഗത്തേക്ക് കയറിപ്പോകാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിവർ പോർഷനെ കാണണം. ഇപ്പോൾ ഓൾമോസ്റ്റ് വലിയ വെള്ളം ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ അവിടെ ബോഡി കാണാനുള്ള സാധ്യത കുറവാണ്. ബാക്കിയെല്ലാം ഫ്ലോ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കാണുമ്പോൾ കാണാം എൻറ്റയർ സ്ട്രെച്ച് വളരെ ഇതിൻ്റെ ബാക്കി പത്രം കൂടെ കാണാൻ പറ്റും. എന്തുമാത്രം അത് ഫ്ലോ പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സാർ, ഇപ്പോൾ ഈ ടീമിലുള്ള അംഗങ്ങളോട് കൂടി സംസാരിച്ച് കാണുമല്ലോ. അപ്പം ഇന്ന് പോയിട്ടുള്ള അത്ര തന്നെ ആളുകൾ, അത്ര തന്നെ സംവിധാനങ്ങൾ അതുമായിട്ടായിരിക്കും തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിൽ? അതെ, നാളെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മാൻ പവറിൻ്റെ ഷോർട്ടേജ് ഇല്ല. ആർമിയുടെ കമാൻഡേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ കമാൻഡേഴ്സ് ഉണ്ട്. 2 കമാൻഡേഴ്സ് അവൈലബിൾ ആണ്. ആകെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ഇപ്പോൾ നിങ്ങൾ ഏതാണ്ട് അരമണിക്കൂർ എടുക്കും അവിടെ പോയി അതിനകത്ത് ഇറങ്ങി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനായിട്ട്. ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര ഷോർട്ടേജ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എന്നാലും പ്രോബ്ലി നാളെ കുറച്ച് വെതർ ബെറ്റർ ആണെങ്കിൽ ഒരു 3-4 ടീംസിനെ അയക്കാൻ പറ്റും. അല്ല, അംഗസംഖ്യ ഓൾറെഡി വർദ്ധിപ്പിക്കേണ്ട ആവശ്യം ഓൾറെഡി അംഗസംഖ്യയിലുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്നൊരു 6 കിലോമീറ്റർ ഡൗൺ സ്ട്രീം നോക്കുക എന്നുള്ളതാണ്. അതിൽ 3 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 3 കിലോമീറ്റർ ശേഷം നാളെ കവർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അനന്തമായി കിടക്കുകയാണ്. അതിൽ മുകളിൽ നോക്കി പറയാൻ പറ്റുന്നത് അനന്തമായി ഇങ്ങനെ കിടക്കുന്നതാണ്. പക്ഷേ കൂടുതലും ബോഡി എവിടെയെങ്കിലും തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ബാക്കിയെല്ലാം എന്തെങ്കിലും ഒഴുകി പോകാനുള്ള സാധ്യതകൾ അവർ നമ്മൾ നോക്കി അറിയാൻ പറ്റും. അത്ര വലിയ എവിടെയെങ്കിലും വലിയ മിയാൻഡിങ് കേവ്സ് ഒന്നുമില്ല. മിക്കവാറും ആ ഭാഗത്തിന് ബോഡി കാണാനുള്ള സാധ്യത കുറവെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊന്നും ഒരു പറഞ്ഞില്ല. ഇന്ന് ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ ചെയ്തേക്കുന്നത്. ഇനി 3 കിലോമീറ്റർ നോക്കണം. നാളെ ചെയ്യാൻ പറ്റും. ബാക്കി അതിനകത്ത് ആകെ ഇതുവഴി മാത്രമേ ആക്സസ് കിട്ടത്തുള്ളൂ, അല്ല ആക്സസ് കിട്ടത്തില്ല. അതിനകത്ത് പോയി അത് വളരെ അത്ര എളുപ്പമുള്ള ഓപ്പറേഷൻ അല്ല. അതിനകത്ത് വാലിക്കകത്ത് പോയി ഇറങ്ങണം. ഈ ഹെലികോപ്റ്ററാണ് പറ്റിയത്. നമ്മുടെ പോലീസിലോട്ട് പറ്റത്തില്ല. ഇതാകുമ്പോൾ ലോവർ ചെയ്ത് പോകാൻ പറ്റും, ഹവർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഇവർ ബക്കറ്റിൽ ഇറക്കി പൊക്കി കെട്ടുകയാണ് ചെയ്തത്.